ഹലോ, വീണ്ടും നമസ്കാരം. ഇന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതൊന്ന് കുടിച്ചിട്ട് പറയാം. ഇത് നടക്കുന്നതും ആദ്യമായി വന്ന സമയത്ത് തന്നെ, ജർമ്മനിയിൽ വന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക എന്നുള്ളൊരു ശീലം പണ്ടേ മുതലുള്ളതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കും. കാലത്തേക്ക് എഴുന്നേറ്റ് നന്നായിട്ട് വെള്ളം കുടിക്കും. ആദ്യമായിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ബാഗൊക്കെ എടുത്ത് കാലത്ത് 6 മണിക്ക് തന്നെ ട്രിപ്പ് പോകുന്നു. ഞാനൊരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. കാരണം കാലത്ത് എന്നിട്ട് ഹോപ്പാണ് മെയിൻ ട്രെയിൻ സ്റ്റേഷൻ എത്തിയാലാണ് നമുക്ക് ഭക്ഷണമൊക്കെയും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിശക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം കുടിച്ചു. അങ്ങനെ വെള്ളം കുടിച്ച് അവിടെ തറയപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടി. മൂത്രമൊഴിക്കാൻ ശങ്ക വന്നപ്പോൾ €1 എടുത്തു. €1 മൂത്രമൊഴിക്കാനായിട്ട് ആ ഒരു സമയത്തുണ്ടായിരുന്നത്. നമ്മൾ സ്റ്റേഷനിൽ പോയി മൂത്രമൊഴിച്ചു. അത് കഴിഞ്ഞ് ട്രെയിനിൽ 1 മണിക്കൂർ യാത്ര. അത് കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു. വീണ്ടും മൂത്രമൊഴിക്കാൻ മുട്ടി. വീണ്ടും €1 ഇട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഉച്ച കഴിഞ്ഞോടുകൂടി എൻ്റെ അടുത്ത് €1 കഴിഞ്ഞു. €3 എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. €1 ആയിട്ട് അത് കഴിഞ്ഞു. പിന്നെ നോട്ട്സാണ്. വേറെ ഫ്രണ്ട്സിൻ്റെ നിന്ന് കാശ് കടം വാങ്ങേണ്ട അവസ്ഥയാണ്. കോയിൻസ്, കാരണം ഇവിടെ കോയിൻ ഇല്ലാതെ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എല്ലായിടത്തും കാർഡ് വെച്ച് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ചില വില്ലേജ് ഏരിയാസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും കോയിൻ മസ്റ്റാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തെങ്ങും പറമ്പിലോ അല്ലെങ്കിൽ മതിൽ ചാരി നിന്നോ ഒന്നും ഇവിടെ മൂത്രം ഒഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും കയ്യിൽ കോയിൻ മസ്റ്റാണ്. 50 സെൻറ്റോ അല്ലെങ്കിൽ €1 കയ്യിൽ വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ അധികം പൈസ ചിലവാക്കണ്ട എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെയിനിലേക്ക് മൂത്രമൊഴിച്ചിട്ട് ഇറങ്ങാം, അല്ലേ? അല്ലാണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ പോലെ മണ്ടനായി മൂത്രമൊഴിക്കണമെന്നില്ല. അപ്പോൾ അന്ന് ഏകദേശം €6 ഞാൻ അന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി മാത്രം ചിലവാക്കിയത്. അപ്പോൾ 6 × 8 എന്തെങ്കിലും പറയുമ്പോൾ ഏകദേശം ഒരു €500 അടുത്ത് ഞാൻ അന്ന് ചിലവാക്കി. അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. ദൈവം ഇത്രയും കാശ് എൻ്റെ നിന്ന് ചിലവായില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ കയ്യിൽ കോയിൻസ് വെക്കും. അതുപോലെ തന്നെ എവിടേക്ക് മൂത്രമൊഴിക്കാനുള്ള അവസരം കിട്ടിയാലും അവിടെ ഞാൻ മൂത്രമൊഴിക്കും. കാരണം നമ്മളിന്നലെ നമ്മുടെ കാശ് കളയുന്നത്. അപ്പോൾ ഇതാണൊരു പോയിന്റ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താ പറയുക, കുറച്ച് കോയിൻസൊക്കെയും എപ്പോഴും ഇവിടെ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. ചില സ്ഥലങ്ങളിൽ കോയിനേ എടുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ റുക്ഷ, ഈ സ്ലൈഡൊക്കെ ഇല്ലേ കുട്ടികളെ കൊണ്ട് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കാർഡുണ്ട്, നോട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ മെഷീൻ വർക്ക് ചെയ്യുന്നത് കോയിൻ വെച്ച് മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ പല സിസ്റ്റംസും ആ ഒരു കോയിൻ മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോയിൻ മസ്റ്റാണ്. കയ്യിലെപ്പോഴും കുറച്ച് കോയിനൊക്കെ വെച്ച് ഒരു പിച്ചക്കാരുടെ പോലെ നടന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇവിടെ സാധിച്ചു കിട്ടും. അപ്പോൾ മെയിനായിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോയ്ലറ്റ് എല്ലായിടത്തും ഇവിടെ ക്ലീനാണ്. അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഓട്ടോബാൻ്റെ സൈഡിലേക്കും ടോയ്ലറ്റുകളുണ്ടായിരിക്കും. അതിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള എല്ലാ ടോയ്ലറ്റിലും നമ്മൾ കോയിൻ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് എന്തായാലും കാർഡ് വെച്ച് പേ ചെയ്യാൻ പറ്റും. ഈവൻ പബ്ലിക്കിന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റ്സ് ഉണ്ട്. പക്ഷെ അത് കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, അതിന് വേറൊരു ടിഷ്യൂ പേപ്പർ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. ഒരു വെറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ടോയ്ലറ്റ് സീറ്റൊക്കെ ക്ലീൻ ചെയ്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ടിഷ്യൂ പേപ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു എപ്പിസോഡ് പറയാൻ ഉദ്ദേശിച്ചത്, എപ്പോഴും ജർമ്മനിയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിൽ നടക്കുമ്പോൾ €1, €2 കോയിൻസ് ആയിട്ട് അല്ലെങ്കിൽ 50 സെൻറ്റ് കോയിനുകളായിട്ട് നമ്മൾ നടക്കണം. നമ്മൾ ഉള്ളിനുള്ളിൽ ഒരു പിച്ചക്കാരൻ്റെ മനസ്സ് കൊണ്ടു നടക്കുന്നത് എപ്പോഴും നന്നായിരിക്കും.